എടുത്ത് നിങ്ങളെ പോലെ നല്ലൊരു സുന്ദരി കുട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി. ഓക്കെ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും 5ൽ പഠിക്കുന്ന ആരെങ്കിലും അപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരെന്താണെന്ന് അറിയാമോ? ആ കുട്ടിയുടെ പേരാണ് ലില്ലി. എന്താണ് ലില്ലി? കൊച്ചി പറഞ്ഞ ലില്ലി. പേര് മറക്കോ? ലില്ലി. അപ്പോ ഈ ലില്ലിക്കുട്ടിയുടെ വീടെന്ന് പറയുന്നത് ബാക്ക് വാട്ടേഴ്സ്, കായലോരുണ്ടല്ലോ, കായലിലേക്ക് അടുത്തായിരുന്നു, ആലപ്പുഴയിലാണ് ഒരു സ്ഥലത്ത്. അപ്പൊ അവിടെയാണ് ആര് താമസിക്കുന്നത്? ലില്ലിക്കുട്ടി താമസിക്കുന്നത്. ഓക്കെ, ഭയങ്കര ആക്റ്റീവായിട്ട്, നിങ്ങളെപ്പോലെ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ട്, നല്ല ഉഷാറായിട്ട് എന്ത് കാര്യം ചെയ്യാൻ നല്ല ഉത്സാഹമുള്ളൊരു കുട്ടിയായിരുന്നു ആര്? ലില്ലിക്കുട്ടി. ഓക്കെ, അപ്പൊ ലില്ലിക്കുട്ടി ഇങ്ങനെ ഒരു ദിവസം ഓണം വെക്കേഷൻ വന്നു, ഓണം അവധി വന്നു ക്ലാസ്. അപ്പൊ വെക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വെക്കേഷൻ സമയത്ത് നിങ്ങൾ കളിക്കാറുണ്ട്, നിങ്ങൾ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകാറുണ്ടോ? അങ്ങനെ ഒരു ദിവസം ലില്ലിക്കുട്ടി എന്തെങ്കിലും അറിയാമോ? ലില്ലിക്കുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലില്ലിക്കുട്ടിയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. ഓക്കെ, ഈ അമ്മയുടെ വീട്ടിൽ പോയി, കൊച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ ചെന്നു. അവിടെ ഇങ്ങനെ അവിടെ വെക്കേഷൻ അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയ സമയത്ത് ഒരു ദിവസം ലില്ലിക്കുട്ടിക്കൊക്കെ അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, വീട്ടിലടുത്ത്. അപ്പോൾ അവിടെ ലില്ലിക്കുട്ടിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ലില്ലിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു, നമ്മളുടെ പച്ചക്കറി കൃഷിയുണ്ട്. പച്ചക്കറി നിങ്ങളുടെ വീട്ടിലൊക്കെ പച്ചക്കറി കൃഷി ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ വീട്ടില് കുറെ പച്ചക്കറി കൃഷിയുണ്ട്. കുറെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഇതിനകത്ത് മൊത്തം പച്ചക്കറി കൃഷിയാണ്. അപ്പൊ എന്തൊക്കെ നട്ടു പച്ചക്കറി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെ പച്ചക്കറി ഉണ്ടാവും? തക്കാളി ഉണ്ടാവും, പിന്നെ സവാള ഉണ്ടാവും, പിന്നെ വഴുതന ഉണ്ടാവും, ചേട്ടന്മാർ എന്തൊക്കെ ഉണ്ടാവും? വെണ്ടയ്ക്ക ഉണ്ടാവും, കോവക്ക ഉണ്ടാവും. ചേച്ചിമാർ ഏതൊരു പച്ചക്കറി? ടൊമാറ്റോ, തക്കാളി പറഞ്ഞു. പിന്നെ വേറെ എന്തെങ്കിലും പച്ചക്കറി? കോളിഫ്ലവർ, പിന്നെ ക്യാരറ്റ്, അങ്ങനെ കുറെ പച്ചക്കറീസ് നമുക്ക് അറിയാം. ഇതേപോലെ അവർക്ക് അവിടെ നട്ടിരിക്കുന്ന കുറേ അധികം പച്ചക്കറി ഉണ്ടായിരുന്നു. തക്കാളി ഉണ്ടായിരുന്നു, ബ്രിഞ്ചാൾ ഉണ്ടായിരുന്നു, വഴുതന ഉണ്ടായിരുന്നു, വെണ്ടക്ക ഉണ്ടായിരുന്നു, പയറുവർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ പച്ചക്കറികളുണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ ലില്ലിക്കുട്ടി എഴുന്നേറ്റ് ഇങ്ങനെ റെഡിയായി വന്നപ്പോൾ ലില്ലിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു, ലില്ലിക്കുട്ടിയെ നമുക്ക് ഇതെന്ത് ചെയ്യാം, പച്ചക്കറികൾ പറിക്കാം, വിളവെടുക്കാൻ സമയമായി. വിളവെടുക്കാന്ന് കേട്ടിട്ടുണ്ടോ? വിളവെടുക്കാന്ന് പറയുന്നത് വളർന്ന് ഒരു ഫോമായി. അതെന്ത് ചെയ്യണം? നമുക്കത് കട്ട് ചെയ്തെടുക്കാം, യൂസ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ എടുക്കും. അപ്പോൾ ലില്ലിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു, ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഓക്കെ, ഏക്കറിന് സ്ഥലമുണ്ട്, പക്ഷെ നമുക്ക് ഇത് പറിക്കാൻ വേണ്ടിയുള്ള സഫിഷ്യൻ്റായിട്ടുള്ള വേലക്കാരില്ല. മനസ്സിലായോ? കുറേ സ്ഥലമുണ്ട്, ഈ സ്ഥലത്തിനുള്ളിൽ മൊത്തം നട്ടേക്കുക. ഇത് പറിക്കാൻ വേണ്ടി ആളുകളില്ല. ആദ്യം അമ്മൂമ്മയുണ്ട്, പിന്നെ അതിൻ്റെ ലില്ലിക്കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ലില്ലിക്കുട്ടി പറഞ്ഞു, അമ്മ എന്നൊരു കാര്യം ചെയ്യും, എൻ്റെ ഇവിടെ കുറെ ഈ വീടിനടുത്ത് കുറെ ഫ്രണ്ട്സ് ഉണ്ട് ലില്ലിക്കുട്ടിക്ക്, ഇടയ്ക്കിടയ്ക്ക് വെക്കേഷൻ ഉണ്ട്. ലില്ലിക്കുട്ടി പറഞ്ഞു, ഞാൻ കാര്യം ചെയ്യും, എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയിട്ട് അവരെയും കൂടി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലില്ലിക്കുട്ടി എന്ത് ചെയ്തു? പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോയി? ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ ലില്ലിക്കുട്ടിയുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഓക്കെ, നമ്മുടെ സ്കൂളിൽ ഉണ്ടാവും, നമ്മുടെ വീടിനടുത്തൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? അങ്ങനെ ലില്ലിക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി. അപ്പൊ ആദ്യം തന്നെ അടുത്തുള്ള ഒരു വീട്ടിലെ ഒരു കുട്ടിയുടെ പേരാണ് മിയ. എന്തുവാ? മിയ നേരിട്ടോ? ഓക്കെ, മിയ എന്നാണ് കുട്ടിയുടെ പേര്. അപ്പൊ മിയ കുട്ടിയുടെ അടുത്തേക്ക് ആര് പോയി? അതേപോലെ ലില്ലിക്കുട്ടി പോയി. അപ്പൊ ലില്ലിക്കുട്ടി ഇങ്ങനെ ചെന്നിട്ട് മിയനെ വിളിച്ചു, മിയ. അപ്പൊ മിയ ചെന്ന് വന്നിരിക്കുന്ന റീസൺ ചോദിച്ചല്ലോ. അപ്പോ ലില്ലിക്കുട്ടി പറഞ്ഞു, എൻ്റെ വീട്ടില് എന്ത് നടക്കുന്നുണ്ട്? വിളവെടുക്കണം, അപ്പൊ അതിന് വേണ്ടി ആൾക്കാരില്ല, കൂടെ ഒന്ന് വന്ന് സഹായിക്കാവോന്ന് ചോദിച്ചു. അപ്പൊ മിയ കുട്ടി എന്താ പറയുന്നത് അറിയാമോ? മിയ പറഞ്ഞു, എനിക്ക് കുറെ പഠിക്കാനുണ്ട്, ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും, എനിക്ക് കുറെ പഠിക്കാനുണ്ട്, ഞാൻ വരുന്നില്ല, ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മിയ കുട്ടി വന്നില്ല. അങ്ങനെ ലില്ലിക്കുട്ടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. അടുത്ത് ഒരു ബെൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ആരാണ്? ബെന്നിന്റെ വീട്ടിൽ ചെന്നിട്ട് ബെന്നിനോട് പറഞ്ഞു, ബെന്നെ ഇതേപോലെ ഞങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്? വിളവെടുക്കുന്നുണ്ട്,
ഒന്ന് വരാമോ എന്ന് ചോദിച്ചു, ഹെൽപ്പ് ചെയ്യാൻ വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ബെന്ന് എന്ത് ചെയ്യാറെന്ന് അറിയാമോ? ബെന്ന് ഗെയിം കളിച്ചിട്ടില്ല, വീഡിയോ ഗെയിം. നിങ്ങൾ വീഡിയോ ഗെയിം കളിക്കാറുണ്ടോ? ആ അങ്ങനെ നല്ല പിള്ളേരാണ്. ഓക്കെ, മൊബൈലിൽ പബ്ജി കളിക്കാറുണ്ടോ? ഫ്രീ ഫയർ അങ്ങനെ അങ്ങനെ ബെന്നിന്റെ അടുത്ത് പോയിട്ട് ബെന്നോട് പറഞ്ഞു. ബെന്നോട് എന്ത് പറഞ്ഞു? എന്തൊരിക്കും പറഞ്ഞു? ബെന്നോട് എന്തൊരിക്കും പറഞ്ഞു? നിങ്ങളുടെ വീട്ടിലേക്ക് വരാവോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോൾ ബെന്ന് പറഞ്ഞു, ഞാനിവിടെ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, എനിക്കിപ്പോൾ വരാൻ സമയമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ലില്ലിക്കുട്ടി വളരെ സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് വേറെ അടുത്ത് കുറച്ച് വീടുകൾ ഉണ്ടായിരുന്നു, കൂട്ടുകാരുടെ വീട്. ഇവരെല്ലാവരും വീട്ടിലാരും പോയി, ആരും പോയി, ലില്ലിക്കുട്ടി പോയി. പിന്നെ ലില്ലിക്കുട്ടി ഓരോ വീടുകളിൽ കയറി ചെന്ന് ഓരോ ഫ്രണ്ട്സിനെ വിളിച്ചു. ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ആരും എന്ത് ചെയ്തില്ല, ആരും വന്നില്ല, ലില്ലിക്കുട്ടിനെ സഹായിക്കാൻ വേണ്ടി വന്നില്ല. അങ്ങനെ ലില്ലിക്കുട്ടി സങ്കടത്തോടെ തിരിച്ച് ആരുടെ വീട്ടിലെത്തി? തിരിച്ച് ലില്ലിക്കുട്ടിന്റെ അമ്മയുടെ അടുത്ത് എത്തി. ഓക്കെ, ഈ അമ്മച്ചിയുടെ അടുത്ത് വീട്ടിലെത്തി, ഈ മുത്തച്ഛൻ്റെ വീട്ടിലെത്തി. ഇവിടെ വീട്ടിലെത്തിയിട്ട് അപ്പൊ മുത്തച്ഛനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയായിരുന്നു, പക്ഷെ അവരാരും എന്ത് ചെയ്തില്ല, വന്നില്ല, സഹായിക്കാൻ വേണ്ടി വന്നില്ല. പിന്നെ പറഞ്ഞപ്പോ ഈ അമ്മച്ചി പറഞ്ഞു, അപ്പൊ അമ്മച്ചി പൈകാരമായി പറഞ്ഞു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തെ. മത്തായി എഴുതിയ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷം അറിയോ? പുതിയ നിയമത്തിന്റെ ആദ്യത്തെ ബുക്ക് മത്തായി എഴുതിയ സുവിശേഷം. അപ്പൊ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം. എത്രയാണ്? മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം. ഒന്ന് ചുറ്റി പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം. 37-ാം വാക്യം. ആ വാക്യം എന്താ പറയുന്നത് അറിയാമോ? അതെ, ആ വാക്യം ഇങ്ങനെ പറഞ്ഞേ, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. അപ്പോ ഈ മുത്തശ്ശി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അമ്മച്ചിനോട് പറഞ്ഞു, സോറി, ഈ മുത്തശ്ശി ലില്ലിക്കുട്ടിനോട് പറഞ്ഞു, ഇപ്പോഴും ഞാൻ യേശു യേശുപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുള്ളത്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. നമുക്കിവിടെ കൊയ്യാൻ കുറെ സംഭവം ഉണ്ട്, പക്ഷെ ആളുകൾ എന്ത് ചെയ്യില്ല, ഇല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞേ. അപ്പോ ലില്ലിക്കുട്ടി പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി എന്ത് ചെയ്യാം, രണ്ടുപേർക്കും കൂടി ചെയ്യാം, നമുക്ക് പറ്റാവുന്നത് നമുക്ക് ചെയ്യാമല്ലോ. ഓക്കെ, നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ഒരു ദിവസം പറിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് പറ്റാവുന്ന പറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ലില്ലിക്കുട്ടി വീട്ടിലാകുന്ന സമയത്ത്, എൻ്റെ വീട്ടിലാകുന്ന സമയത്ത് ലില്ലിക്കുട്ടി മറ്റേ വള്ളംകളി കേട്ടോ, വള്ളംകളി. ഓക്കെ, അപ്പൊ ഈ വള്ളംകളി കാണാനൊക്കെ പോകാറുണ്ട്. വള്ളംകളിയുടെ വള്ളപ്പാട്ട് അറിയാമോ? അറിയോ? ഒന്ന് ചിരിപ്പാട്. അറിയാലോ? ഇടമറിയില്ല, അറിയാം. ഒന്നിച്ച് പെട്ടോട്ടൊന്ന് പാടിയല്ലോ. 1 2 3 ഗോ. ഇങ്ങനെ പാടും. അങ്ങനെ അപ്പോ ലില്ലിക്കുട്ടിക്ക് തരാം. ലില്ലിക്കുട്ടി ഇപ്പോ അമ്മച്ചിന്റെ കാര്യം പറഞ്ഞു. എന്തായിരുന്നു? മത്തായി സുവിശേഷം ഏതായിരുന്നു പറഞ്ഞു? 9-ാം അധ്യായം 37 പറഞ്ഞിരിക്കുന്നേ, അങ്ങനെ അങ്ങനെ ലില്ലിക്കുട്ടി പോയിട്ട് ഈ എന്ത് പറിക്കാൻ തുടങ്ങി? തക്കാളി, ഓരോ സാധനങ്ങൾ കൊട്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് പറിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോ ലില്ലിക്കുട്ടി ഇങ്ങനെ പയ്യെ പാടാൻ തുടങ്ങി. കൊയ്ത്തു വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം, മത്തായി 9:37 ഒന്ന് കൂടെ പാടാമോ? ഇങ്ങനെ പാടിക്കൊണ്ടാൽ ലില്ലിക്കുട്ടി എന്തെങ്കിലും പറിക്കണേ. ഓക്കെ, പക്ഷെ നമുക്ക് ലില്ലിക്കുട്ടിയുടെ കൂടെ പാടാം. ശരിയാണോ? എന്റെ കൂടെ പറഞ്ഞേ, ലില്ലിക്കുട്ടി പാടുക. എന്താ പറഞ്ഞേ? കൊയ്ത്തു വളരെ സത്യം, വേലക്കാരോ ചുരുക്കം, മത്തായി 9:37 കൊയ്ത്തു വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം, മത്തായി 9:37 ഇങ്ങനെ എന്ത് ചെയ്തു? ലില്ലിക്കുട്ടി ഇങ്ങനെ പാടി 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 ക്ലബ് ചെയ്തു. ഓക്കെ, ലില്ലിക്കുട്ടി പാടിയ പാട്ട് നമുക്ക് മറക്കോ? ഇല്ല, പാട്ട് നമുക്ക് ഒന്നിച്ചൊന്നുകൂടി പാടിയാലോ? ഓക്കെ, നല്ല വെച്ചിട്ട് പാടുന്നത് എല്ലാവരും നിങ്ങളെ എല്ലാവരും കേൾക്കണം. തുടങ്ങിയ അഞ്ചുമാരെ എല്ലാവരും കേൾക്കണേ. ഓക്കെ, റെഡി? 1 2 3 ഗോ. ഇത് ഈ വാക്യം വെച്ചിട്ട് ലില്ലിക്കുട്ടി പാടിയത് എന്താണ്?
കൊയ്ത്തു വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം മത്തായി 9:37 കൊയ്ത്തു വളരെ വേലക്കാരോ ചുരുക്കം മത്തായി 9:37 തിത്തിത്താരാ തിത്തൈ തിത്തൈ നഗരീതകരോ തിത്തിത്താരാ തിത്തൈ തിത്തൈ നഗരീതകരോ തിത്തിത്താരാ തിത്തൈ കൊയ്ത്തു വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം കൊയ്ത്തു വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം മത്തായി 9:37 തിത്തിത്താരാ തിത്തിത്താരാ തിത്തൈ തിത്തൈ നഗരീതകരോ തിത്തിത്താരാ തിത്തൈ തിത്തൈ നഗരീതകരോ. ഇങ്ങനെ ലില്ലിക്കുട്ടി എന്ത് ചെയ്തതെന്നറിയാമോ? ഈ വെള്ളം എടുക്കാൻ തുടങ്ങി. വെള്ളം എടുത്തെടുത്തെടുത്തെടുത്ത് കുറേ കഴിഞ്ഞപ്പോ ലില്ലിക്കുട്ടി നേരത്തെ വിളിച്ച ഫ്രണ്ട്സ് എന്തായിരുന്നു? ആരൊക്കെയായിരുന്നു ഫ്രണ്ട്സ്? അങ്ങനെ കുറെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കാൻ പോയപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ അപ്പൊ ലില്ലിക്കുട്ടി ഭയങ്കര ആഘോഷപ്പെട്ട പാടി എന്ത് ചെയ്യുന്നത്? ഈ പാട്ട് ആരും കേട്ടു? നീയും പെരും അവർ ഫ്രണ്ട്സ് എല്ലാവരും കേട്ടു. അപ്പൊ കുറച്ചൊക്കെ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ വന്നു. അപ്പൊ ഈ ആഘോഷിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് ഇവരോട് കൂടെ ചേർന്നിട്ട് വിളവെടുക്കാൻ തുടങ്ങി. ഓക്കെ, ഇങ്ങനെ വിളവെടുത്ത് കുറെ എന്ത് ചെയ്തു? വെജിറ്റബിൾസ് ഇവർക്ക് കിട്ടി. ഇത് കിട്ടിയിട്ട് ഇവര് അത്രയും വെജിറ്റബിൾസ് എന്ത് ചെയ്യുന്ന അറിയാമോ? ആ നാട്ടിലുള്ള ആ വില്ലേജിലുള്ള കുറെ ആളുകൾ ഇവരെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും എന്ത് ചെയ്തു? ഇതുകൊണ്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ യേശുക്രിസ്തു നമ്മളോട് എന്തോ പറഞ്ഞേക്കണേ? യേശുക്രിസ്തു പറഞ്ഞ കാര്യം എന്താണ്? കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം മത്തായി 9:37. ഓക്കെ, നമുക്ക് ആ ലില്ലിക്കുട്ടി പാടിയതൊന്നും കൂടി പാടാം. റെഡിയാണോ? റെഡി? 1 2 3 ഞാൻ പാടത്തില്ല, നിങ്ങൾ പറഞ്ഞേ. സ്റ്റാർട്ട് പറയട്ടെ. 1 2 3 സ്റ്റാർട്ട്. വേലക്കാരോ ചുരുക്കം മത്തായി 9:37 തിത്തിത്താരാതീതോ കൊയ്ത്തു വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം മത്തായി 9:37 തിത്തിത്താരാതീതോ തിത്തിത്താരാ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതീതേതോ. ഓക്കെ, ഇനി ഈ വാക്യം മറക്കോ? ഈ പാട്ട് മറക്കോ? ദിലീപിന്റെ പാടിയ പാട്ട് ഇല്ലല്ലോ. ഓക്കെ, നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം? പാട്ട് പാടിക്കൊണ്ട് നടക്കോ? ഓക്കെ, ഈ പാട്ട് എന്തോ പറയുന്നത്? അല്ല, ഈ വാക്യം എന്തോ പറയുന്നത്? കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം. ഓക്കെ, എന്തുവാ യേശുക്രിസ്തു പറഞ്ഞു? യേശുക്രിസ്തു ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? യേശുക്രിസ്തു എന്താ പറഞ്ഞത്? കൊയ്ത്ത് വളരെയുണ്ട് സത്യം എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? നമ്മുടെ ചുറ്റുവക്കും നമ്മുടെ ചുറ്റുപാടും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലും നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടും പല സ്ഥലങ്ങളിലും കുറെ അധികം ആളുകളുണ്ട് അല്ലേ? യേശുക്രിസ്തുവിനെ പറ്റി അറിയാൻ പാടാത്ത ആളുകൾ അല്ലേ? ഇവരെല്ലാം യേശുക്രിസ്തുവിനെ പറ്റി അറിയണ്ടേ? അപ്പൊ കൊയ്ത്ത് വളരെയുണ്ട് ചുരുക്കം, കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാര് ചുരുക്കം എന്ന് വെച്ചാല് യേശുക്രിസ്തുവിനെ പറ്റി പറയാൻ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തന്നോണം എത്ര പേരുള്ളൂ? കുറച്ച് ആളുകളെ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോകുമ്പോ ഇനി അല്ലേ? നമ്മൾ റോയൽ മിഷൻ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രാജകീയ ദൗത്യത്തോടു കൂടെ നമ്മൾ പോവാ. എന്താ നമ്മുടെ ദൗത്യം? എന്താണ് നമ്മുടെ രാജകീയ ദൗത്യം? സൽഗുണങ്ങളെ ഘോഷിക്കണം. ആരോട് ഘോഷിക്കണം? ആൾക്കാരോടും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനും അങ്ങനെ എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ സൽഗുണങ്ങളെ നമ്മൾ ഘോഷിക്കണം. ഓക്കെ, ഈ പാട്ട് നിങ്ങൾ മറക്കോ? ഇല്ല. ബാക്കി മറക്കോ? ഇല്ല. ഓക്കെ, ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ലാസ്റ്റ് ഈ ബാക്കി ചോദിക്കും കേട്ടോ. ഓക്കെ, പറയില്ല എല്ലാവരും? റെഡിയല്ലേ? ഓക്കെ ഓക്കെ, അച്ഛാ ഇതൊന്ന് ഓഫ് ചെയ്യാമോ? ഓക്കെ, നമുക്ക് അത് കാണുന്നത്